മാർച്ച് 19 EMS ഓർമ്മദിനം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി, ലോകത്തിലാദ്യമായി ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ തലവൻ, കമ്മ്യൂണിസ്റ്റ് താത്വികാചാര്യൻ, 100-ലധികം ഗ്രന്ഥങ്ങളുടെ കർത്താവ്, കേരള നവോത്ഥാന ശില്പി തുടങ്ങി വിവിധ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് EMS എന്ന് 3 അക്ഷരത്തിൽ ലോകത്തിനു മുഴുവൻ സുപരിചിതനായി തീർന്ന ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMS നമ്പൂതിരിപ്പാട് 1998 മാർച്ച് 19 അന്തരിച്ചു. 1909 ജൂൺ 13 മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് അതിസമ്പന്നമായ നമ്പൂതിരി ജന്മികുടുംബമായ ഏലംകുളം മനയിലാണ് അദ്ദേഹം ജനിച്ചത്. വീട്ടിൽ ട്യൂട്ടറെ വരുത്തി പ്രാഥമിക വിദ്യാഭ്യാസം നേടി. പിന്നീട് പെരിന്തൽമണ്ണ ഹൈസ്കൂളിലും തൃശ്ശൂരിലെ സെൻറ് തോമസ് കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലും കോൺഗ്രസ് പാർട്ടിയിലും കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലും സജീവമായി പങ്കെടുത്തു. 1932 കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇറങ്ങി. 1934 കോൺഗ്രസിലെ പുരോഗമനവാദികളെ ഒപ്പം കൂട്ടി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. 1936 N. കൃഷ്ണപിള്ള, K. ദാമോദരൻ തുടങ്ങിയവർക്കൊപ്പം ചേർന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. 1956 ഐക്യ കേരളം രൂപപ്പെട്ട ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കുകയും EMSൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരികയും ചെയ്തു. ഭൂപരിഷ്കരണ നിയമത്തിലൂടെയും വിദ്യാഭ്യാസ ബില്ലിലൂടെയും കേരളത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിലൂടെ ജന്മി കുടിയാൻ വ്യവസ്ഥ ഇല്ലാതെയാവുകയും എല്ലാവർക്കും ഭൂമി സ്വന്തമാവുകയും ചെയ്തു. വിദ്യാഭ്യാസ ബില്ലിലൂടെ വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാവുകയും ചെയ്തു. NSSും കോൺഗ്രസ് പാർട്ടിയും ചേർന്ന് നടത്തിയ വിമോചന സമരത്തിൻ്റെ ഫലമായി ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഭരണഘടനയുടെ 356 വകുപ്പ് ഉപയോഗിച്ച് 2 വർഷം പിന്നിട്ട EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. 1967 വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ച് EMS രണ്ടാമതും മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നു. കൂട്ടുകക്ഷിയായ CPI പിന്മാറിയതിനെ തുടർന്ന് കാലാവധി തികയ്ക്കാതെ 1969 രാജിവെക്കേണ്ടി വരികയും ശേഷം പ്രതിപക്ഷ നേതാവായി തുടരുകയും ചെയ്തു. 1972 നടന്ന തെരഞ്ഞെടുപ്പിലും EMS വിജയിച്ച് 77 വരെ പ്രതിപക്ഷ നേതാവായി തുടർന്നു. 1977 ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും 1978 മുതൽ 1992 വരെ CPIM അഖിലേന്ത്യാ സെക്രട്ടറി ആയിരിക്കുകയും ചെയ്തു. 1998 മാർച്ച് 19 അദ്ദേഹം അന്തരിക്കുന്നത് വരെയും ലോകത്തിലെയും നാട്ടിലെയും ഓരോ വിഷയങ്ങളിലും EMS എന്തു പറയുന്നു എന്നുള്ളത് കേൾക്കാൻ സമൂഹം മുഴുവൻ കാതോർത്തു നിന്നു. ആചാര്യ JB കൃപലാനി ചരമദിനം. പ്രസിദ്ധ ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് പ്രവർത്തകനും ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമായിരുന്ന ജീവൽ റാം ഭഗവൻ ദാസ് കൃപലാനി എന്ന ആചാര്യ JB കൃപലാനി 1982 മാർച്ച് 19 അന്തരിച്ചു. 1888 നവംബർ 11
ഹൈദരാബാദിൽ ജനിച്ച അദ്ദേഹം വിദ്യാഭ്യാസാനന്തരം കോളേജ് അധ്യാപകനായി ജീവിതം തുടർന്നു. ഒപ്പം ഗാന്ധിയൻ ആദർശങ്ങളിൽ ആകൃഷ്ടനായി കോൺഗ്രസ് പ്രവർത്തകനാവുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. മഹാത്മജി സ്ഥാപിച്ച ഗുജറാത്ത് വിദ്യാപീഠത്തിൻ്റെ പ്രിൻസിപ്പലായി കുറച്ചുകാലം സേവനമനുഷ്ഠിച്ച അദ്ദേഹം പിൽക്കാലത്ത് മഹാത്മജി സ്ഥാപിച്ച വിവിധ ആശ്രമങ്ങളിൽ നടന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും പങ്കാളിയായി. 1934 മുതൽ 1945 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം 1946-47 വർഷങ്ങളിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും ആയി. ഗുജറാത്ത് മുഖ്യമന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വനിതയുമായ സുജേത കൃപലാനി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. ജസ്റ്റിസ് പിനാകി ചന്ദ്ര ഘോഷ് ആദ്യ ലോക്പാൽ ആയി നിയമിതനായി. ഭാരതത്തിലെ ആദ്യ ലോക്പാൽ ആയി സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് പിനാകി ചന്ദ്ര ഘോഷ് 2019 മാർച്ച് 19 നിയമിതനായി. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർക്കും ജഡ്ജിമാർക്കും മറ്റ് ഉന്നതർക്കുമെതിരെയുള്ള അഴിമതി കേസുകൾ അന്വേഷിക്കുവാനും പ്രോസിക്യൂട്ട് ചെയ്യാനുമുള്ള പൂർണ്ണ അധികാരത്തോടെയുള്ള ഉന്നത അധികാര സംവിധാനമാണ് ലോക്പാൽ. ഭരണാധികാരികളുടെ ഉദാസീനത കാരണം 50 വർഷത്തോളം നീണ്ട ഇഴച്ചിലിനു ശേഷമാണ് ചരിത്രം കുറിച്ച ലോക്പാൽ ലോകായുക്ത ബിൽ ലോക്സഭ പാസാക്കുന്നത്. ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ അന്ന ഹസാരെ അഴിമതിക്കെതിരെ ലോക്പാൽ നിയമം ആവശ്യപ്പെട്ട് 2011 മുതൽ നടത്തിയ പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് 2013 നിയമം പാസാക്കുകയും 2014 ജനുവരി 16 പ്രാബല്യത്തിൽ വരികയും ചെയ്തത്. എങ്കിലും വീണ്ടും 5 വർഷം കൂടി കഴിഞ്ഞ് സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് 2019 ലോക്പാൽ അധ്യക്ഷനെയും അംഗങ്ങളെയും കേന്ദ്ര സർക്കാർ നിയമിക്കുന്നത്. അധ്യക്ഷനും 8 അംഗങ്ങളും അടങ്ങുന്ന സമിതിയാണ് ഇതിൻ്റെ ഘടന. രാഷ്ട്രപതിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. സംസ്ഥാന തലത്തിലുള്ള ഇതിന് സമാനമായ സംവിധാനമാണ് ലോകായുക്ത.